ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്നും ലാഭവിഹിതം നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് ടി.പി. ഹാരിസ് പണം കൈക്കലാക്കിയത്. 25 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം. ടി.പി. ഹാരിസിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് നേതാക്കളുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെയും അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷൗക്കത്ത് പറഞ്ഞു. നമ്മുടെ പൊതുമുതലും തട്ടിയെടുക്കാനുള്ള ഗവേഷണ കേന്ദ്രമാണ് ഈ ജില്ലാ പഞ്ചായത്ത്. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റൂ? ഇവർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുണ്ട്. ഓരോ വർഷവും തയ്യാറാക്കുന്ന പദ്ധതി രേഖയിൽ ഈ ജില്ലാ പഞ്ചായത്ത് ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ട് ഗ്രാമസഭ സെമിനാർ എന്നൊക്കെ പറഞ്ഞ് ഇവര് നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഈ നേട്ടങ്ങളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അറിഞ്ഞത് എങ്ങനെ പദ്ധതി നടപ്പാക്കിയത് തലതിരിഞ്ഞ നയത്തിലൂടെ. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൊള്ളസംഘമായി മാറിയെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാമപ്രസാദ് പറഞ്ഞു. 30 കോടിയോളം രൂപ ധനസമാഹരണം നടത്തി, ബിനാമി കമ്പനികൾ ഉണ്ടാക്കി, അതുവഴി കരാറുകൾ നടപ്പിലാക്കി കൊള്ളലാഭം നൽകാമെന്ന് പറഞ്ഞുള്ള നിക്ഷേപ തട്ടിപ്പാണ് ഒന്ന്. രണ്ടാമത്തേത്, അക്രഡിറ്റഡ് ഏജൻസികളെ മുൻനിർത്തിക്കൊണ്ട് പേപ്പർ കമ്പനികൾ മുഖാന്തിരം മുസ്ലിം ലീഗിന്റെ ബിനാമികളെ വെച്ചുകൊണ്ട്, നേതാക്കളുടെ ബിനാമികളെ വെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കി അതിൽ നിന്നും പണം വെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വലിയൊരു ഗവേഷണം തന്നെ ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനകത്ത് നടത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം.